വിജയ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോണത് ഒരു റീയൂസ്ഡ് ഐഡിയ ആണ്. അപ്പോൾ അത് നമ്മൾ ക്ലേയും കൂടെ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ എന്താണ് ചെയ്യാൻ പോണത്, എങ്ങനെയാണ് ചെയ്യാൻ പോണതെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ക്രിയേഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു വേസ്റ്റ് പെന്നാണ്. അപ്പോൾ ഇതൊരു മിനി പെന്നാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തുള്ള ഒഴിഞ്ഞ റീഫിലൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു കുഞ്ഞ് ക്യാപ്പ് എടുത്തിട്ട് പേനയുടെ ബാക്കിൽ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ഇപ്പം നമ്മുടെ ഒരു പേനയുടെ ലെങ്ത്തിൽ അതിൻ്റെ ഏകദേശം ഹാഫ് വരെയും ക്ലേ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റ് കളർ ക്ലേ ആണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പോർസലൈൻ ക്ലേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലേ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം പോർസലൈൻ ക്ലേ ആയതുകൊണ്ട് ഞാനത് എടുത്തുന്നേ ഉള്ളൂ. പേപ്പർ ക്ലേ വെച്ചിട്ടുള്ള ക്രിയേഷൻസ് എല്ലാം തന്നെ വരുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പേപ്പർ ക്ലേ ക്രിയേഷൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലേ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഏകദേശം എനിക്ക് ആവശ്യമുള്ള ഒരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അത് കൈകൾ കൊണ്ട് തന്നെ നന്നായിട്ട് ഷേപ്പ് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനൊരു ലിറ്റിൽ ബിറ്റ് ഓഫ് വാട്ടറും കൂടെ അതിൻ്റെ പുറത്തൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇനി നമ്മൾ ബാക്കി ഹാഫ് ഭാഗത്തേക്ക് സ്കിൻ കളർ ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഒരു എക്സാക്റ്റ് ഹാഫ് എടുത്താൽ മതി. അതിനുശേഷം മുകളിലത്തെ ഭാഗത്തേക്ക് സ്കിൻ കളർ ക്ലേ ഇട്ടിട്ട് നമുക്ക് കൈകൾ കൊണ്ട് നന്നായിട്ടൊന്ന് സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് ടൂൾസിൻ്റെ ഒന്നും ആവശ്യം അധികം ഇല്ല. ജസ്റ്റ് കൈകൾ കൊണ്ട് തന്നെ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിന് മുമ്പൊക്കെ സ്കൾപ്റ്റ് ചെയ്യുന്ന അതേ ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷെ ഒരു പേന അകത്തിരിക്കുമ്പോൾ നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് ക്ലേ കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ ഇപ്പം നമ്മളൊരു ലേഡിയാണ് സ്കൾപ്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. ആൻഡ് നന്നായിട്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലേ നീളത്തിൽ ഉരുട്ടിയെടുത്തിട്ട് അത് നമുക്ക് ആ ഒരു വൈറ്റ് കളർ ക്ലേ അപ്ലൈ ചെയ്തില്ലേ അതിൻ്റെ ഒരു മിഡിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കട്ടിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നൈഫോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിന് വേണ്ടി നീഡിൽ വേണമെങ്കിലും അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക, യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ ഒരു സാരി പോലത്തെ ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ സാരി എങ്ങനെയാണോ ഡ്രേപ്പ് ചെയ്യുന്ന ആ ഒരു ഇംപ്രഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു. പക്ഷെ ഞാൻ എടുത്തു വന്നപ്പോൾ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് ലോങ് വീഡിയോ ആയിട്ട് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി ബ്ലൗസും നമ്മളൊരു നീല കളറിൽ അതും സ്കൾപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസാണ് ഉള്ളത്. അപ്പോൾ ഫേസ് സ്കൾപ്റ്റിങ് ഞാനിവിടെ കാണിച്ചിട്ടില്ല കേട്ടോ. ഫേസ് സ്കൾപ്റ്റിങ് ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ആരെങ്കിലും ഈ ഒരു ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ ഫേസ് സ്കൾപ്റ്റിങ്ങും അതുപോലെ ഹാൻഡ് സ്കൾപ്റ്റിങ്ങും ഒക്കെ ഒരുപാട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ റെഫറൻസ് വീഡിയോസിൽ ലിങ്ക് കൊടുത്തേക്കാം. ആൻഡ് നൗ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഫേസ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഫേസ് നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ഇനി നമ്മൾ കൈകൾ വെച്ച് കൊടുക്കാൻ പോവാണ്. ആൻഡ് ഹെയർ വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ പോർസലൈൻ ക്ലേ ഒരു ഹോം മെയ്ഡ് ക്ലേ ആണ്. അതിൻ്റെ മേക്കിങ്ങും നമ്മുടെ ചാനലിലുണ്ട്. അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൻ്റെ ലിങ്ക്. അപ്പോൾ അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഈ ക്ലേ ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ഇപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായോ ആരെയും ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. കീപ് ഗെസ്സിങ്. ആൻഡ് ഇപ്പോൾ ചെറിയൊരു കിരീടം വെച്ച് കൊടുത്തു. ഇനി നമുക്ക് സാരിയിൽ കളർ കൊടുക്കാം. അപ്പോൾ ഞാൻ സാരിയുടെ ഒരു അപ്പർ ബോർഡറിൽ കൊടുക്കാൻ പോണ കളർ സാഫ്രൺ അല്ലെങ്കിൽ ഓറഞ്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സാഫ്രണിന് പകരം ഓറഞ്ചാണ് സാധാരണ ഇതിൽ യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാനിവിടെ ഒരു ഡാർക്ക് ഓറഞ്ച് കളർ കൊടുക്കുന്നുണ്ട്. ആൻഡ് താഴത്തെ ബോർഡറിൽ ഞാൻ കൊടുക്കുന്ന കളറ് പച്ചയാണ്. ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ആരെയും ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ശരിയാണ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഭാരത് മാതയാണ്. അപ്പോൾ അത് ഞാൻ ശരിക്കും ഇന്നലെ പോസ്റ്റ് ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചാണ്, ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ. അപ്പോൾ
എന്തുകൊണ്ടോ എനിക്ക് ഇന്നലെ കുറച്ച് ബിസി ആയിപ്പോയി, അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നമ്മൾ ഈ ഒരു വേസ്റ്റ് പേന വെച്ചിട്ടല്ലേ, അപ്പോൾ അതൊരു നല്ല ഐഡിയ എന്ന് തോന്നി. ആൻഡ് കൊടിയും ഞാൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ദേശീയ പതാക. അത് വന്നിട്ട് ഞാൻ സാധാരണ പേപ്പറിൽ ആ ഒരു പതാക വരച്ചിട്ടുണ്ട്. ഇനി അത് ഒരു റീഫില്ലിൽ ചുറ്റിയിട്ട് എടുത്തിരിക്കുകയാണ്. അത് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ രാജ്യം ഇന്നലെ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. അപ്പോൾ നമ്മുടെ രാജ്യത്ത് സാഹോദര്യവും സമത്വവും സമാധാനവും അതുപോലെ അവകാശങ്ങളും എല്ലാം സംരക്ഷിച്ച് എല്ലാ പൗരനും തങ്ങളുടെ കടമ നിറവേറ്റി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു കുട്ടി ഭാരതാംബ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എന്നോട് ഒരാൾ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 വീഡിയോ ആയിട്ട് പറയുന്നു, ഞാനത് മറന്നിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ എനിക്ക് സമയക്കുറവുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളോട് ഇന്ന് ഹായ് പറയാൻ പറഞ്ഞിരിക്കുന്നത് ആദിത്യയാണ്. ആദിത്യ ഹായ്. അപ്പോൾ ഇനി ഓണം സ്പെഷ്യലായിട്ട് ബുധനാഴ്ച ഒരു വീഡിയോ വരുന്നുണ്ട്, അതിനുശേഷം വെള്ളിയാഴ്ച ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!